സ്ഥലം എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, സൂപ്പറാണ്. വൈകിട്ട് വന്നിട്ട് ബോൾ എടുത്ത് വെള്ളത്തിട്ട് കളിക്കാം. നമുക്ക് സ്വിമ്മിങ് ചെയ്യാം. സ്വിമ്മിംഗ് ബോളിൽ അടിക്കുമ്പോ ബോളൊന്നും അടിക്കുമ്പോ അതാണ് ചമ്മന്തി. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോയുടെ ബാക്കിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അതായത് നമ്മൾ രാത്രി റിസോർട്ടിലെത്തി ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചു. ഇന്ന് രാവിലെയും ഫുഡുണ്ട്, 2 നേരം ഫുഡുണ്ട്. അപ്പോൾ രാവിലെ ഫുഡ് കഴിക്കുന്ന ഒരു ബഹളത്തിലാണ് എല്ലാവരും. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും അഖിൽ സിഗ്നേച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മൂന്നാർ ട്രിപ്പിൻ്റെ 2ാമത്തെ ദിവസമാണെന്ന്. നമ്മൾ പുറകിൽ നിന്ന് നമ്മുടെ റിസോർട്ട് കണ്ടില്ലേ, റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കാപ്പി കുടിച്ചായിരുന്നു. കാപ്പി കുടിച്ചിട്ട് നമുക്ക് മറയൂർ പോയിട്ട് ഒരു ജീപ്പ് സഫാരി ഉണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ജീപ്പ് ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ജീപ്പ് നമ്മൾ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി കയറാത്ത കുറച്ച് ഓഫ് റോഡായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കാണുന്ന ലിസ്റ്റിൽ. ഒരു 4-5 സ്ഥലങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇറങ്ങിയിട്ട് എല്ലാവരും ബാക്കി വൈഫും പിള്ളേരും അച്ഛനും ഒക്കെ അങ്ങ് താഴെ എത്തി, വണ്ടി കിടക്കുന്നിടത്തെത്തി. ഈ റോഡ് വഴി നമ്മുടെ വണ്ടി കയറില്ല, അതുകൊണ്ട് താഴെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടർന്ന് ഇന്നത്തെ കാഴ്ചകൾ കാണാം. സ്റ്റേ ട്യൂൺ. വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. കാപ്പിയൊക്കെ കുടിച്ചിട്ട് അതെല്ലാവരും താഴെ കൊണ്ട് വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഇതൊരു നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, നല്ലൊരു കുത്ത് കയറ്റമാണ്. അതുകൊണ്ട് നമ്മൾ വണ്ടി നിർത്തി ഇവിടെ നമ്മൾ ഓടി വരുന്ന വണ്ടിയാണെങ്കിൽ കയറി വരും. നമുക്കിവിടെ നിർത്തി എടുക്കാൻ പറ്റുള്ളൂ. നിർത്തി കഴിഞ്ഞാൽ വണ്ടി കുറച്ച് കയറാൻ പാടായിരിക്കും. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. അതേപോലെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മൾ രാത്രി വന്നിട്ട് ഇവിടെ എത്തിയപ്പോഴത്തേന് നമ്മൾ 2 പട്ടികളെ കണ്ടില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഇവിടെ നിന്ന് ഭയങ്കര കുഴപ്പമായിരുന്നു. നമുക്ക് കയറാൻ തന്നെ പേടിയായിരുന്നു. അത്രയ്ക്ക് വലിയ ഇതായിട്ടാണ് കുരച്ചത്. കടിക്കും എന്നുള്ള ഒരു ഉറപ്പ് തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടില്ല, അവർ ഭയങ്കര കമ്പനിയാണ് എല്ലാവരുമായിട്ടും. അങ്ങനെയുള്ള 2 പട്ടികളാണ്. നമ്മൾ വന്നത് ഈ റോഡ് വഴിയാണ്. നൈറ്റ് ആയതുകൊണ്ട് വലുതായിട്ട് വീഡിയോസ് ഒന്നും കാണിക്കാൻ പറ്റില്ല. അതോ ജീപ്പ് എന്തോ വരുന്നുണ്ടെന്നോ. ഈ ജീപ്പ് പോകുന്ന വഴിയിലോട്ട് ഇനി ഈ ആദിവാസി കുടിയാണുള്ളത്. പക്ഷെ നമുക്ക് അങ്ങോട്ടുള്ള എൻട്രി അലോടല്ല. കുറച്ചുകൂടെ പോകുമ്പോഴത്തേന് ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ കഴിഞ്ഞാൽ നമ്മുടെ വിടില്ല എന്നാണ് ഇവിടെയുള്ള നമ്മുടെ റിസോർട്ടിലെ ചേട്ടന്മാർ പറഞ്ഞത്. നമ്മൾ അതായത് ഇന്നലെ രാത്രി വന്ന റൂട്ടാണിത്. തിരിച്ച് നമ്മൾ കാന്തല്ലൂരിലേക്ക് പോവുകയാണ് ജീപ്പ് സഫാരിക്ക് വേണ്ടിയിട്ട്. ജീപ്പ് അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. കണ്ടോ, ഇത്രയും ചെറിയ റോഡ് വഴിയാണ് നമ്മൾ ഇന്നലെ രാത്രി വന്നത്. ഇവിടെ സംഭവം 2 സൈഡിലും ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല, വണ്ടിയുടെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ വരുന്ന വഴിക്ക് വേറൊരു വണ്ടി വന്നാൽ തന്നെ സൈഡ് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഇതുപോലത്തെ റോഡ് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വീട്, ഈ ഏരിയയിൽ താമസിക്കുന്ന ഓരോരുത്തർ വീട്, അത് കുറേ ദൂരം പോകുമ്പോഴത്തേനാണ് ഒരു വീട് കാണുന്നത് തന്നെ. നൈറ്റൊക്കെ ഒരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് സൈഡൊന്നും കാണാൻ പറ്റില്ല. റോഡാണോ, നമുക്ക് ആദ്യമായിട്ട് വരുമ്പം റോഡുണ്ടോ, സൈഡിൽ ഓടയാണോ, അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണോ എന്താണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇരുട്ടാണ്. അങ്ങോട്ട് കയറ്റും. അടുത്ത പറഞ്ഞു ഓണടി
ജിത്തു ജോസഫ് ഡയറക്റ്റ് ചെയ്ത് ആസിഫ് അലി നായകനായ കൂമൻ എന്ന് പറയുന്ന സിനിമ ഈ പാറയുടെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയിലൊക്കെ കുറച്ച് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ആ സിനിമയുടെ. അപ്പോൾ അങ്ങനെ നമുക്ക് പോകേണ്ട ജീപ്പ് വന്നു. ഇതിലാണ് നമ്മൾ ഇന്നത്തെ യാത്ര. ഇതേപോലെ ഈ നമ്പർ ഇട്ട് വെച്ചിരിക്കുന്ന മരങ്ങളെല്ലാം ചന്ദനമാണ്. ചന്ദന മരങ്ങളാണ്. എന്താ നിറയെ ഉണ്ട് ഇതിനകത്ത്. നിറയെ ജീപ്പ് ഇവിടെ സഫാരി പാക്കേജ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ ജീപ്പുണ്ട്. ഇത് 1980-81 കാലഘട്ടത്തിൽ ചന്ദന തൈകളാണ് ഈ ഒരു മരമായിട്ട് വളർന്നു നിൽക്കുന്നത്. നിങ്ങൾ കാറിലൊക്കെ വരുവാണെങ്കിൽ 20 രൂപ ടിക്കറ്റ് എൻട്രി ഫീസ് ഉണ്ട്. നമ്മളത് വാങ്ങിച്ചില്ല. അല്ല ഇവിടുന്ന് മുകളിലോട്ട് കയറിയപ്പം എൻട്രി ഫീസ് ഒന്നും വാങ്ങിച്ചില്ല. നമ്മളന്നേരം രാത്രിയാണ് അങ്ങോട്ട് കയറിയത്. രാത്രി ആയതുകൊണ്ട് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ പ്രൈവറ്റ് ഈ ഒരു സമയത്താണ് നമ്മൾ കയറുന്നുണ്ടെങ്കിൽ വാങ്ങിക്കുമല്ലേ? പഞ്ചായത്ത് അവർ പിരിക്കുന്നത്. ഓ ഓ മറയൂർ പോയതിനു ശേഷം അവിടെ നിന്ന് വീണ്ടും തിരിച്ച് കാന്തല്ലൂർ റൂട്ടിലോട്ടാണ് വന്നേക്കുന്നത്. ഇവിടെ ഒരു ശർക്കര ഫാക്ടറി ഉണ്ട്. അത് കാണാനാണ് നമ്മൾ വന്നത്. അതിൻ്റെ ഫ്രണ്ടിലാണ് നിർത്തിയിരിക്കുന്നത്. ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നുണ്ട്. നല്ല തിരക്കുണ്ട് അത്യാവശ്യത്തിന്. കരിമ്പിൻ ജ്യൂസ് നമ്മളൊരു എടുത്തോ. കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ ചണ്ടി, കരിമ്പിൻ്റെ ചണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് വേസ്റ്റിലോട്ട് കൊണ്ട് കളയാനായിട്ട്.
നമ്മുടെ കരിമ്പ് ജ്യൂസിന് ഒരു ഗ്ലാസ്സിന് 20 രൂപയാണ് വരുന്നത്. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ബോർഡൊക്കെയാണ് കണ്ടത്. ഇതിലെങ്ങനെയാണ് ശർക്കര ഉണ്ടാക്കണമെന്ന് എങ്ങനെ അറിയാം? ഇതാണ്ട് ഈ കരിമ്പിൻ്റെ ഇതുണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് വെള്ളത്തിൽ മറ്റേ ജ്യൂസ് അടിച്ച് വെള്ളം ഇതിനകത്ത് വീഴും. അതായത് നമ്മൾ മറ്റേ ജ്യൂസായിട്ട് അടിക്കുന്നതാണല്ലോ. എന്നിട്ട് അത് നേരെ ഇതിൽ വീഴ്ത്തും. ഇതിപ്പോൾ കത്തിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഫുള്ള് നിറഞ്ഞ് കഴിയുമ്പോൾ ഇത് കത്തിക്കും. കത്തിച്ചിട്ട് ഉരുക്കിയാണ് ആ ഒരു ലെവലിലോട്ട് വരും ശർക്കരയുടെ. എന്നിട്ട് ഈ സാധനം എടുത്ത് ഉണക്കാൻ വെച്ച് ശർക്കര ഉണക്കിയിട്ട് ഉരുട്ടിയെടുക്കും അല്ലേ? ഇതിനകത്താണ് തീർന്നത്. ജ്യൂസ് കുടിക്കുക. ജ്യൂസ് കുടിച്ചാലേ ജ്യൂസിന് ടേസ്റ്റ് നോക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇത് കഴിച്ചാൽ ജ്യൂസിന് ടേസ്റ്റ് കാണിക്കില്ല. ഇത് ചുക്കുമല്ലി, ചുക്ക് ശർക്കര. മധുരം കഴിക്കുമ്പോൾ ഞാൻ അറിയാതെ ഓർമ്മിക്കാതെ തന്നെ ആ സാധനം മനസ്സിലുണ്ട്. ഇതൊന്ന് ചുക്കുമില്ലേ? ഇത് നമ്മൾ വെള്ളം ഇട്ട് കഴിയുമ്പോഴേ കറക്റ്റ് അറിയാമോ. ഇതെന്തിൻ്റെയാണ് കേട്ടോ? നോർമൽ ഇത് മതി. നോർമൽ എന്നുണ്ടെങ്കിൽ 100. അതൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് 3 മണിക്കൂർ നമ്മൾ നിർത്താതെ തീ കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ കുറുക്ക് പോലെയാണ്. അതെടുത്ത് കുറച്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കട്ടയാണ്. നമ്മൾ അരി വെന്തോ എന്തിനാണ് അറിയില്ലേ, അതേപോലെ കുറച്ച് വെള്ളത്തിൽ കട്ടയാണ്. കട്ടയായി കഴിഞ്ഞാൽ വാൾവ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് വരും. ഇവിടെ വലിയ അരിപ്പ് വെക്കും. അരിപ്പ് വെച്ചിട്ട് അതിൽ ചാടിച്ച് കഴിഞ്ഞിട്ട് തണുക്കുമ്പോൾ ഫ്രൈ ആകും. ഫ്രൈ ആയി കഴിഞ്ഞാൽ പൊടി വേണമെങ്കിൽ നമ്മൾ പൊടി ഫുള്ളായിട്ട് തേച്ച് കട്ട പിടിക്കാതെ തേച്ചെടുക്കാം. ഉണ്ട വേണമെങ്കിൽ കൂട്ടി വെച്ചിട്ട് നമ്മൾ അരി വെള്ളം വെക്കുന്നില്ല ചൂടോട് അതേപോലെ ഉരുട്ടി മതിയാ. ഈ ജ്യൂസ് എവിടെ നിന്നാണ് ഇതിന്റെ ഇത് പോയിക്കുന്നത്? എവിടെയാണ് ജ്യൂസിന്റെ ഓസ് പോയിക്കുന്നത്? എങ്ങോട്ടാണ്? എവിടെ നിന്നാണ് ഓസ്? അവിടെ മെഷീൻ ഓടിക്കൊണ്ടിരിക്കുന്നത് അവിടെ അപ്പുറത്ത്. അവിടെ കയറുമ്പോൾ ജ്യൂസ് അടിക്കുമ്പോൾ താഴെ വെയിലൊന്നുണ്ട്, ഗ്രീൻ കളർ ഡ്രമ്മിൽ. ആ ഡ്രമ്മിൽ നിന്ന് പമ്പിൽ പോയി പമ്പ് ചെയ്യുന്ന തേൻ പോലെ ശർക്കര പാനിയാണിത്. സാമ്പിൾ കിട്ടിയ ഈ കാണുന്നില്ല ഇത്രയും കരിമ്പ്. ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കരിമ്പ് ഉപയോഗിച്ച് ഇവർ 400 കിലോ ശർക്കരയാണ് ഏകദേശം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ഇത്രയും കരിമ്പ് ഉപയോഗിച്ചിട്ട് തന്നെ തമിഴ്നാട്ടിൽ ഡ്യൂപ്ലിക്കേറ്റ് ശർക്കര ഉണ്ടാക്കുന്നുണ്ട്. അത് അവരുണ്ടാക്കുന്നത് ഏകദേശം 5000 കിലോ ശർക്കരയാണ് ഉണ്ടാക്കുന്നത്. അതായത് കുറച്ച് കരിമ്പും ബാക്കി ഫുള്ള് പഞ്ചസാര ലായനിയും പിന്നെ വേറെ കുറച്ച് കെമിക്കലും അമോണിയം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റ് ശർക്കരയാണ്. അതുപോലെ തന്നെ ഈ മറയൂർ ശർക്കര എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്ത് മാത്രമേ കിട്ടുന്നുള്ളൂ. അവർ കയറ്റി അയക്കുന്നില്ല, പുറത്തോട്ട് വിടുന്നില്ല, അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ള ഒരു സ്റ്റാഫ് പറഞ്ഞത്. പിന്നെ നമ്മൾ വിളിച്ച് ക്യാഷ് അടച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നമ്മുടെ ട്രിവാൻഡ്രമാണ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് അയക്കാം, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഡ്യൂപ്ലിക്കേറ്റ് ശർക്കര ഒരുപാട് വരുന്നുണ്ട്. കേരളം ഫുള്ള് വരുന്നത് തമിഴ്നാട് ശർക്കര എന്നാണ് പറയുന്നത്. എത്ര കിലോടെ ഇവരിവിടെ ഉണ്ടാക്കുന്നത് 400 കിലോ. ഇത്രയും കരിമ്പ് വെച്ചിട്ട് ഏകദേശം എത്രയാണ് അതായത് ഈ കരിമ്പാണ് ഫുള്ള് സെറ്റാക്കി അതിനകത്ത് പറഞ്ഞതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ ഈ പ്രോസസ്സ് ചെയ്യണം. ഇത്രയും വെച്ചാണ് ഇവിടെ 400 കിലോ, തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്നത് 5000 കിലോ. നമ്മൾ ഈ ജീപ്പിൽ പോയ സ്ഥലങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കിയപ്പോൾ തന്നെ ഭയങ്കര ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഏകദേശം 1 മണിക്കൂറിനടുത്ത് വീഡിയോ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ഭാഗങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള വീഡിയോസ് അടുത്തൊരു എപ്പിസോഡായിട്ടായിരിക്കും വരിക. ഇത് 500 രൂപ കൊടുത്താലും